ഹലോ പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, നമ്മളിന്ന് 24ാമത്തെ വീഡിയോ എത്തിയിരിക്കുന്നു. ഇവിടെ ഞാൻ ഒരു മരമാണ് വരയ്ക്കുന്നത്. ഇതുവരെ നമ്മൾ ഈ തരത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ ഈ ചലഞ്ച് തുടങ്ങിയതിന് ശേഷം ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഡ്രോയിങ് നിങ്ങൾ താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഉപയോഗിക്കുന്ന നിറങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഡയറക്റ്റ് കളറിംഗ് മെത്തേഡാണ്. പേപ്പറിൽ തന്നെ കളർ മിക്സ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഒരു സൂര്യനും ഒരു മരവുമാണ്. മരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പച്ച നിറമാവും. ഇവിടെ പച്ച നിറമല്ല, ബ്ലൂ, റെഡ്, യെല്ലോ തുടങ്ങിയ നിറങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മരമാണ്. ആദ്യം തന്നെ സൂര്യന് ചുറ്റും ഞാൻ യെല്ലോ കൊണ്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു. അതായത് സൂര്യൻ്റെ ഭാഗം ഒഴിവാക്കി ബാക്കി ഭാഗത്താണ് ചെയ്തത്. ഒരു സ്ട്രോക്ക് ഇടുകയാണ് ചെയ്തത്. അതിനുശേഷം വെള്ളം ചേർത്ത് അതിനെ പുറത്തേക്ക് പരത്തിയെടുക്കുന്നു. ആദ്യത്തെ നിറം തന്നെ നല്ല വൈബ്രൻറ്റ് നിറമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓറഞ്ച് വേണമെങ്കിലും ഇവിടെ ഉപയോഗിക്കാം. വെള്ളം ചേർത്ത് കൂടുതൽ പരത്തി അതിന് സ്മൂത്താക്കുന്നു. വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലൂ ആണ്. അൾട്രാമറൈൻ ബ്ലൂ കൊണ്ട് തുടങ്ങി കുറച്ച് ക്രിംസൺ റെഡ് എടുത്ത് അതിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നു. കൂടുതൽ റെഡുകളും ബ്ലൂകളുമാണ് നമ്മൾ ചേർക്കുന്നത്. ക്രിംസൺ റെഡ് കുറച്ചുകൂടി ചേർക്കുന്നു. വയലറ്റായി വരുന്നു. പേപ്പറിൽ തന്നെ മിക്സ് ചെയ്തുണ്ടാകുന്ന ഒരു തരം പെയിൻറ്റിംഗ് ആണിത്. വീണ്ടും പ്രഷ്യൻ ബ്ലൂ ആണ് എടുക്കുന്നത്. പ്രഷ്യൻ ബ്ലൂവും അൾട്രാമറൈനും ചെറിയ വ്യത്യാസമുണ്ട്. പ്രഷ്യൻ ബ്ലൂ കുറച്ച് കോൺട്രാസ്റ്റ് ഉള്ള ബ്ലൂ ആണ്. അത് പറഞ്ഞാൽ ഡാർക്ക് നിറം കിട്ടുന്ന ബ്ലൂ ആണ്. പുറത്തേക്ക് കുറച്ച് ഇലകളെല്ലാം വരയ്ക്കുന്നു. മോൾഭാഗം ഉണങ്ങുന്നതിന് മുമ്പ് പിന്നെയും ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് വേറെയാണ്, ഉണങ്ങിയാൽ ഉണ്ടാകുന്ന റിസൾട്ട് വേറെയാണ്. വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നനഞ്ഞിരിക്കുന്ന ഭാഗത്ത് വീണ്ടും കളർ ചേർക്കുന്ന ആ തരം രീതിയാണ്. പിന്നെ റെഡ് കൂടുതലെടുത്ത്, സ്കാർലറ്റ് റെഡ് കൂടുതലെടുത്ത് ചേർക്കുന്നു. ഇപ്പോൾ ബ്ലൂവും റെഡും ചേർന്ന് നല്ല ഡാർക്ക് ഒരു നിറം ഉണ്ടാകുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി ബ്ലൂ ചേർക്കുന്നു, ഒന്നുകൂടി ഡാർക്ക് ആക്കുന്നു. വാം കളറും കൂൾ കളറും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. കുറച്ച് ഗ്രീൻ എടുത്ത് അതിൽ കുറച്ച് ബ്ലൂ ചേർത്ത്, അതായത് വെൽഡൻ ഗ്രീനും ബ്ലൂവും ചേർത്താണ് ചെയ്യുന്നത്. വെൽഡൻ ഗ്രീൻ നമുക്ക് പ്രഷ്യൻ ബ്ലൂ ചേർക്കാം, അല്ലെങ്കിൽ അൾട്രാമറൈൻ ചേർക്കാം. ഏത് ബ്ലൂ വേണമെങ്കിലും ചേർക്കാം. കുറച്ച് ക്രിംസൺ കൊണ്ട് ചെയ്യുന്നു. ഉണങ്ങിയ ഭാഗത്തേക്ക് വീണ്ടും, ഉണങ്ങിയ ഭാഗത്തല്ല നനഞ്ഞിരിക്കുന്നുണ്ട്, കുറച്ചൊന്ന് ഉണങ്ങിയിട്ടുണ്ട്, ആ ഭാഗത്തേക്ക് വീണ്ടും ഇലകളെ വരയ്ക്കുന്നു. ഏറ്റവും മെത്തേഡ് ആവുമ്പോൾ തന്നെ പല റിസൾട്ടും അവിടെ ഉണ്ടാകും. കുറച്ചുകൂടി ബ്ലൂ ചേർത്ത് വീണ്ടും വരച്ച് ചേർക്കുന്നു. ഇപ്പോൾ സൂര്യന് അടുത്തേക്ക് വരുന്ന ഭാഗം നമുക്ക് കൂടുതൽ റെഡ് നിറങ്ങളും ഓറഞ്ച് നിറങ്ങളും ചേർക്കണം. ഓറഞ്ച് ചേർക്കുന്നു. ബ്ലൂവും ഓറഞ്ചും ചേരുമ്പോൾ ഒരു ഗ്രേ നിറമാണ് ഉണ്ടാവുക. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. സൂര്യൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ഭാഗത്താണ് ആ ഓറഞ്ച് നിറം ചേർക്കുന്നത്. സൂര്യൻ്റെ മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന കുറച്ച് ഇലകളെ വരച്ചു. വീണ്ടും ഡാർക്ക് നിറങ്ങളാണ് ചേർക്കുന്നത്. ഓറഞ്ചും ബ്ലൂവും മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിറമാണ്. പിന്നെ കുറച്ച് റെഡ് കൂടി ചേർത്ത് ഒന്നുകൂടി ഡാർക്കാക്കി തിക്കായിട്ട് തന്നെ ചെയ്യുകയാണ്. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ എന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ പെയിൻറ്റിങ്ങിൽ ഒരേ സമയത്ത് തന്നെ ഡാർക്കും ലൈറ്റും ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയാണ്. റെഡും ബ്ലൂവും ചേർത്ത് ഡാർക്കായ ആ ഒരു മിശ്രണം കണ്ടല്ലോ, അത് നിങ്ങൾ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഡാർക്ക് കളർ, ന്യൂട്രൽ കളർ എല്ലാം ഉണ്ടാക്കുക എന്ന്. ഡാർക്ക് കളർ ആൻഡ് ന്യൂട്രൽ കളർ എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാം, എൻ്റെ ചാനലിലുണ്ട്. വീണ്ടും ഡാർക്ക് റെഡ് നിറമാണ് ഉപയോഗിക്കുന്നത്. ഡാർക്ക് റെഡ് ആക്കാൻ വേണ്ടി റെഡിൽ അല്പം ബ്ലൂ ചേർത്തു. വേണമെങ്കിൽ കുറച്ച് ഗ്രീൻ കൂടി ചേർക്കാം. അപ്പോൾ നല്ല ഗ്രേ ഡാർക്ക് നമുക്ക് കിട്ടും. ഇലകളെല്ലാം പുറത്തേക്ക് നീട്ടി വരയ്ക്കുന്നത് കണ്ടല്ലോ. മരത്തിൻ്റെ ഭാഗമാണ് വരയ്ക്കുന്നത്. കുറച്ച് ഓറഞ്ചും യെല്ലോയും മിക്സ് ചെയ്ത നിറം, അതിൽ കുറച്ച് ബ്ലൂ മിക്സായി വരുന്നുണ്ട്. കൊമ്പെല്ലാം വരയ്ക്കുന്നു. ഇപ്പോൾ ലൈറ്റ് നിറമാണ് ഉപയോഗിക്കുന്നത്.
ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇനി ഡാർക്ക് നിറങ്ങൾ ഉപയോഗിക്കണം. ഇപ്പോൾ ആ സൂര്യൻ ആ ഒരു മരത്തിന് പുറകിൽ നിൽക്കുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മരത്തിൻ്റെ നിഴൽ നമുക്ക് ചേർക്കണം. ഇപ്പോൾ മരത്തിന് തടി വരച്ച ഭാഗത്ത് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർത്ത് നിങ്ങൾ കണ്ടല്ലോ. വേരിനെയും വരച്ചെടുക്കുന്നു. കുറച്ച് റെഡും കുറച്ച് ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് ലൈറ്റായി നന്നായി വെള്ളം ചേർത്ത് ലൈറ്റാക്കി താഴെയുള്ള നിഴൽ കൂടി വരയ്ക്കുന്നു. ഇതിൽ നമുക്ക് ഗ്രേ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ റെഡും ബ്ലൂ മിക്സ് ചെയ്യുന്നതിൽ അല്പം ഗ്രീൻ കൂടി മിക്സ് ചെയ്താൽ ഗ്രേ നിറം കൂടി നമുക്ക് കിട്ടും. കുറച്ചുകൂടി ഓറഞ്ച് എടുത്ത് താഴെ ചേർക്കുന്നു. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ മുഴുവനായി ഒരൊറ്റ കളർ കൊണ്ട് ചെയ്യുന്നില്ല. പല കളറുകളുടെ മിശ്രണം അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ മരത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പോയത്, അതായത് ഇലകൾക്കടിയിലേക്ക് പോയ കൊമ്പ് കുറച്ചുകൂടി ഡാർക്കാക്കുന്നു. വെളിച്ചം വരുന്നതിന് ഓപ്പോസിറ്റ് ഉള്ള ഭാഗവും കുറച്ചുകൂടി ഡാർക്കാക്കുന്നു. ഇപ്പോൾ അവിടെ നനഞ്ഞിരിക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് നമ്മൾ ഈ ഡാർക്ക് നിറം ചേർക്കുന്നത്. വീണ്ടും വീണ്ടും കട്ടിയിൽ കളർ എടുക്കുന്നു. കുറച്ചുകൂടി ഇലകളെ കൂടി ചേർക്കാനാണ്. കൊമ്പ് എല്ലാം ചേർക്കാൻ നമുക്കതുകൊണ്ട് തന്നെ അധിക ബ്രഷ് എടുത്ത് ചെറിയ കൊമ്പുകളെ വളരെ ഫ്രീ ആയി വരയ്ക്കുന്നു. നിങ്ങൾ പേടിച്ചാണ് ഈ കൊമ്പുകളെല്ലാം വരയ്ക്കുന്നതെങ്കിൽ അത് കാണുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളുടെ കോൺഫിഡൻസ് ഇത്തരം ലൈനുകളിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഫ്രീ ആയി ചെയ്യാൻ നോക്കുക. കുറച്ച് വണ്ണം കൂടി പോയി എന്നുള്ളത് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങൾ സ്മൂത്തായ ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല കോൺഫിഡൻസ് ഉള്ള ലൈനുകൾ കിട്ടും. അതാണ് നമ്മുടെ ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം. ഈ പെയിൻറ്റിങ് ഇവിടെ അവസാനിക്കുകയാണ്. 2 പക്ഷികളെ കൂടി അവിടെ വരച്ച് ചേർക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ വരച്ച് നോക്കുക, ഇമെയിൽ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.